എന്താണ് ശൂന്യവേള? പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അനൗപചാരിക മാർഗമാണ് ശൂന്യവേള. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അനൗപചാരിക മാർഗമാണ് ശൂന്യവേള. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേളയിലാണ്. എന്തൊക്കെയാണ് ശൂന്യവേളയിൽ പരിഗണിക്കുന്നത്? അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ. ഇനി ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കുമിടയിലുള്ള സമയമാണ് ശൂന്യവേള. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കുമിടയിലുള്ള സമയമാണ് ശൂന്യവേള. പാർലമെൻറ്റ് രംഗത്ത് ഇന്ത്യയുടെ സംഭാവനയാണ് ശൂന്യവേള. പാർലമെൻ്ററി രംഗത്ത് ഇന്ത്യയുടെ സംഭാവനയാണ് ശൂന്യവേള. 1962 സീറോ അവർ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 1962 സീറോ അവർ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ശൂന്യവേളയെക്കുറിച്ച് പാർലമെൻറ്റിൻ്റെ നിയമ നടപടിക്രമങ്ങൾ പരാമർശിച്ചിട്ടില്ല. ശൂന്യവേളയെക്കുറിച്ച് പാർലമെൻ്ററി നിയമ നടപടിക്രമങ്ങൾ പരാമർശിച്ചിട്ടില്ല. ശൂന്യവേളയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും സാധാരണയായി ഉച്ചയ്ക്ക് 12-നും 1-നും ഇടയിലാണ്. PSC പരീക്ഷ നൽകിയിരിക്കുന്ന ഉത്തരം സൂചിക പ്രകാരം ശൂന്യവേളയുടെ ദൈർഘ്യം 30 മിനിറ്റാണ്. എന്നാൽ SCERT പാഠപുസ്തകം പ്രകാരം ശൂന്യവേളയുടെ ദൈർഘ്യം 5 മുതൽ 15 മിനിറ്റ് വരെ. PSCയുടെ ഉത്തരം 30 മിനിറ്റ് എന്നും SCERTയുടെ ഉത്തരം 5 മുതൽ 15 മിനിറ്റ് വരെ എന്നാണ്. അപ്പോൾ ശൂന്യവേള എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അനൗപചാരിക മാർഗമാണ്. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയമാണ്. ആദ്യമായി ശൂന്യവേള വന്നത് 1962